മനസാക്ഷിയിൽ തന്നെ ഏറെ ദുഃഖവും വേദനയും ഉളവാക്കിയ ആ ദുരന്തം, ഉറക്കത്തിൽ ഒലിച്ചുപോയ ആ ജീവിതങ്ങളെ സ്നേഹത്തോടെ ഈ 87ാമത് ഗോതിരത്ത് വള്ളംകളിയിൽ ഹൃദയം കൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടുപോയ ഒരുപാട് ജീവിതങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്, പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒരു മിനിറ്റ് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഗോതിരത്ത് വള്ളംകളി GVR ആസ്വദിക്കാൻ എത്തിയിരിക്കുന്ന എല്ലാവരെയും GVR ട്രാക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് VD സതീശൻ അവർകളാണ്. അദ്ദേഹം എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെയും എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊള്ളു. ഗോതിരത്ത് പള്ളിയിലെ വികാരിയച്ഛനായി സേവനം ചെയ്ത് ഇത് 3ാമത്തെ വട്ടമാണ് ഞാൻ ഈ വള്ളംകളിയായി ഇവിടേക്ക് എത്തിച്ചേരുക. നമ്മുടെ വേദിയിൽ എത്തിയിരിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് പ്രിയമുള്ള അഡ്വക്കേറ്റ് VD സതീശൻ MLA അവർക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ്, പ്രാർത്ഥനകൾ നേരുകയാണ്. വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന എല്ലാ വള്ളംകളി പ്രേമികളെയും സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. ഇത് സംഘടിപ്പിക്കുന്നവരെയും ഇത് ആസ്വദിക്കുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം ഓർത്തുകൊണ്ട് എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ SACയുടെ പ്രസിഡന്റ് ശ്രീ നിവിൻ മിൽട്ടൺ, നമ്മുടെ അഭിവന്ദ്യരായ വൈദിക ശ്രേഷ്ഠരെ, നമ്മുടെ കസ്റ്റംസ് കമ്മീഷണർ അടക്കമുള്ള വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയമുള്ളവരെ, കടൽവാതുരത്ത് വിശുദ്ധ കുരിശിന്റെ തിരുനാളിനോടനുബന്ധിച്ച് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന 87ാമത് ഗോതിരത്ത് വള്ളംകളി നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ആശംസ ആദ്യം തന്നെ നേരുകയാണ്. 1938 ആരംഭിച്ച ഗോതിരത്ത് കടൽവാതിരത്ത് ജലമേള എന്ന് പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജലമേളയാണ്. ഇത്രയും പാരമ്പര്യം ഒരു ജലമേളയ്ക്കും അവകാശപ്പെടാനില്ല. അത്രയും പാരമ്പര്യമുള്ള ഈ ജലമേള ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളരെ ഏറെ പ്രശസ്തി നേടിയിരിക്കുകയാണ്. ഒരു പതാക ഉയർത്താൻ എനിക്ക് അവസരം ലഭിച്ചത് ഇതിപ്പോൾ 11ാമത്തെ തവണയാണ് ഞാൻ പതാക ഉയർത്താൻ പോകുന്നത്. ഇതിനു മുൻപ് 10 തവണ ഇവിടെ പതാക ഉയർത്താനുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി എന്നുള്ളത് അഭിമാനത്തോടുകൂടി ഞാൻ ഇവിടെ ഓർക്കുകയാണ്. നമ്മളെല്ലാവരെയും യോജിപ്പിക്കുന്ന, ജനങ്ങളെല്ലാവരെയും കൂട്ടിയിണക്കുന്ന ഈ ജലമേള, അതിനെല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഇവിടെ പതാക ഉയർത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോട് പതാക ഉയർത്തുകയാണ്. വാനിലേക്ക് പറന്നുയരുകയാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ HMDP സഭയുടെ പ്രസിഡന്റ് അനന്തൻ മാസ്റ്റർ ആ പതാക വാനിലേക്ക് പറന്നുയരുമ്പോൾ ആ ശ്രീമതി കമലാ സദാനന്ദൻ അവരുടെ സ്നേഹാദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അധ്യക്ഷൻ, ഈ വള്ളംകളി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാം പ്രിയങ്കരനായ MLA പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, വേദിയിലുള്ള സദസ്സിലുള്ള മുഴുവൻ സഹോദരന്മാരെ, ഗോതിരത്ത് സ്പോർട്സ് ആൻഡ് ആർട്സ് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് അധികമൊന്നും തന്നെ പറയാതെ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അധ്യക്ഷൻ, ഏറ്റവും പ്രിയങ്കരനായ ഉദ്ഘാടകൻ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഗോതിരത്ത് വള്ളംകളി 2024 വളരെയേറെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എല്ലാവരും. എല്ലാവരെയും
ഉത്സാഹഭരിതരാക്കിക്കൊണ്ട് വള്ളംകളി ആരംഭിക്കുവാൻ പോവുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള നമ്മുടെ ബഹുമാന്യനായ MLA ശ്രീ VD സതീശൻ അടക്കമുള്ള ജനനേതാക്കളെ, വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, SAC സംഘടിപ്പിക്കുന്ന ഈ ജനമാമാങ്കത്തിന് അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കാണിച്ച മാതൃകയിൽ എല്ലാവരും രണ്ട് വാക്കിൽ ആശംസകൾ പറഞ്ഞു ചുരുക്കിയാണ്. അതുകൊണ്ട് തന്നെ ഞാനും ആ മാതൃക പിന്തുടരുന്നുണ്ട്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വള്ളംകളി മത്സരം ആസ്വദിക്കാൻ സാധിക്കട്ടെ. എല്ലാ മത്സരാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. 87ാമത് ജലമാമാങ്കം ചേർന്നു. അദ്ദേഹം ഇതിനു മുമ്പ് ഫരീദാബാദിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അസിസ്റ്റന്റ് കമാൻഡൻ്റായിട്ട് CRPF-ൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഏവരുടെയും പേരിൽ വളരെ കൃത്യമായി SAC ക്ലബിന്റെ സംഘാടകരെ 87ാമത് ജലോത്സവത്തിന് എല്ലാവിധ ആശംസകളും വന്നിരിക്കുന്ന നമ്മുടെ തുഴക്കാർക്കും അതോടൊപ്പം തന്നെ കാണികൾക്കും വിശുദ്ധ കുരിശിന്റെ സംരക്ഷണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കൂടിയിരിക്കുന്നതിന്റെ സംഘാടകരെ, ആളുകളെ എല്ലാവരും ഞാൻ ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. 87ാമത് GBR ജലോത്സവത്തിന്റെ അധ്യക്ഷൻ ശ്രീ നിബിൻ മേട്ടൻ ഈ വള്ളംകളി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെയും പറവൂരിന്റെ MLA, അതിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ. ഘോഷയാത്രയിൽ പങ്കെടുക്കേണ്ട വള്ളങ്ങൾ സ്റ്റാർട്ടിംഗ് ഫിനിഷിംഗ് പറഞ്ഞെത്തിച്ചിരിക്കും. District Panchayat member Shri A.S. Anil Kumar, the club president of CSA Godurat Shri Nevin Milton, Panchayat President Madam Leena Vishwan, Block Panchayat President. These of beaches going down the road from Fort Kochi to Elephant, the SAC, which is doing sterling work since more than 100 years, at which we are sitting, has been inaugurated by MLA Saab. What I call onerous responsibility of taking forward this old, more than 100-year-old club, which is doing such good work. അണിയക്കാരന് തുഴ കൈമാറിയാണ് നമ്മൾ തുഴ കൈമാറ്റുന്ന താളങ്ങളിൽ ഈ പെരിയാർ എന്നും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. മനുഷ്യർ വരുന്നു പോകുന്നു. പക്ഷേ ഈ പെരിയാറിന്റെ തീരങ്ങളിൽ, ഈ കുഞ്ഞോളങ്ങളിൽ കഴിഞ്ഞ 87 വർഷമായി തുടരുന്ന തെയ്യനന്ദാര
GBR 2024 theme song. Keriva, Adichu Keriva, 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 Keriva,